ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 15 ആണ്. അപ്പോൾ വീഡിയോ 1 തൊട്ട് 14 വരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പൈസ ഉണ്ടാക്കാമെന്നുള്ള എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്ന വീഡിയോസുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് നമ്മുടെ ദുബായ് ജോസിൻ്റെ അടിച്ച് കയറി വാ മക്കളെ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നവരുള്ള എൻ്റെ ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് കയറി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പൈസ ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ച് കയറി വരണം. അപ്പോൾ എല്ലാവരും പഠിച്ച് കയറി വാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുന്നവരുള്ള മിസ്റ്റേക്ക് ഞാൻ ഒന്നും കൂടി പറയാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന ഒരു പടിക്കെട്ട് പോലെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്വിംഗ് ട്രേഡിങ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഷോർട്ട് ടൈം ട്രേഡിങ്, അതിന് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻട്രാഡേ ട്രേഡിങ്. അപ്പോൾ ഇതിനുള്ള സമയം അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് സ്വിംഗ് ട്രേഡിംഗ് പഠിക്കുന്നേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് ഷോർട്ട് ടൈം ട്രേഡിംഗ് പഠിക്കാൻ വേണം. ഷോർട്ട് ടൈം ട്രേഡിംഗ് പഠിക്കുന്നേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് പഠിക്കാൻ വേണം. അപ്പോൾ ചില ആൾക്കാർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഒന്നും പഠിക്കാതെ അതൊന്നും മനസ്സിലാക്കാതെ നേരെ ഷോർട്ട് ടൈം ട്രേഡിങ്ങോ ഇൻട്രാഡേ ട്രേഡിങ്ങും ചെയ്യാൻ നിൽക്കും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിയറ്റ്നാം കോളനിയിൽ ഇന്നസെൻറ്റിൻ്റെ കോമഡി പോലെയാണ്. അതായത് സ്വിംഗ് ട്രേഡിംഗ് ആകുന്ന അരിമാവ് കോലം കാണുമ്പോൾ അത് നോക്കാണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ചാടിക്കടന്നിട്ട് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന് പറഞ്ഞ് ചാടിക്കടന്ന് തലയും കുത്തി കുത്തിയിരിക്കുമ്പോൾ തലയും കുത്തി വന്നിരിക്കുന്നതിന് കയ്യിൽ കാശൊക്കെ പോയിട്ടിരിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിക്കും എന്ത് പറ്റി മോനെ എന്ത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് പൈസ പോയി എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്കിങ്ങനെ വിഷമിച്ചിട്ട് ഒന്നുമില്ല എന്ന് പറയും. മനസ്സിലായി ഫ്രണ്ട്സ്? കുറേ പേർക്ക് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത് വളരെ പരിതാപകരമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താണ് അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്വിംഗ് ട്രേഡിംഗ് പഠിക്കുക. എന്നിട്ട് ആ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രൈസ് പോയിൻ്റൊക്കെ എടുത്തതിന് ശേഷം അത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ട്രേഡിങ്ങിലും പ്രോഫിറ്റബിൾ ആവാനും നല്ല പൈസ ഉണ്ടാക്കാനും പറ്റുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി വേറെ രീതിയിൽ പറയാം. ഒന്നും കൂടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് മനസ്സിലാവേണ്ടത്. അതായത് ഒരു സ്റ്റോക്ക് എപ്പോഴും ഒരു ട്രെൻഡിൽ കൂടി ഒന്ന് സഞ്ചരിക്കുക. അതായത് സ്റ്റോക്കിന് അപ്പ് ഡൗൺ. അപ്പോൾ ട്രെൻഡുകൾ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ട്രെൻഡുകൾ പല ടൈപ്പ് ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനത്തെ ട്രെൻഡ് ഉണ്ടാവും, അങ്ങനത്തെ ട്രെൻഡ് ഉണ്ടാവും. ചിലപ്പോൾ ട്രെൻഡുകൾ ചിലപ്പോൾ ക്ലിയർ ആവുന്നില്ല, പക്ഷെ എന്നാലും അവിടെ ഒരു ട്രെൻഡ് ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാവാത്തായിരിക്കും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നമുക്ക് ചാൻസുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ബയേഴ്സിൻ്റെ ആൾക്കാരുകൾ ഉണ്ടാവും. അതേപോലെ ഇതിന് മേലേക്ക് ബയേഴ്സ് ഉണ്ടാവും, അതായത് ഇവിടെ ബൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവിടെ ബൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത്രയും വലിയ പ്രോഫിറ്റ് കിട്ടും. അതിൽ രണ്ടാമത് ഇവിടെ നിന്ന് തുടങ്ങി ബൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ സെല്ലേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് സെല്ലേഴ്സ് ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ സെല്ല് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ സെല്ല് ചെയ്ത് പോകും. ചിലവരെന്തെയും ഇവിടെ സെല്ലേഴ്സ് ഉണ്ടാവും, ഇതേപോലെയുള്ള ഇങ്ങനെ ഒരു ലെവൽ വരുമ്പോൾ അവിടെ ഇവിടെ സെല്ല് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സിൽ, അപ്പോൾ ഇങ്ങനെ ബയ്യേഴ്സും സെല്ലേഴ്സും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും. അതായത് ബൈ ചെയ്യുന്ന ഏരിയകൾ ഉണ്ടാവും, സെല്ല് ചെയ്യുന്ന ഏരിയകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അത് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പരൽമീൻ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോണത്. അപ്പോൾ പരൽമീൻ ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെ കുറച്ചും കൂടി ഷാർപ്പാക്കാം, കുറച്ചും കൂടി നല്ല രീതിയിൽ എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതൊരു കോർ കൺസെപ്റ്റാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഷാർപ്പ് എൻട്രി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ട്രേഡേഴ്സിന് എല്ലാവർക്കും കണ്ടുവരുന്നൊരു പ്രശ്നമുണ്ട്. ഈശ്വര, ഞാൻ എപ്പോൾ ട്രേഡ് എടുത്താലും സ്റ്റോക്ക് താഴേക്ക് പോകും. അതായത് ഞാൻ എപ്പോൾ ബൈ ചെയ്താലും ഈശ്വര സ്റ്റോക്ക് താഴേക്ക് പോകും. അതായത് പറയും എന്തോ ഒരു ദേഷ്യം എന്നോട് മാർക്കറ്റിനുണ്ട് എപ്പോഴും. ഈശ്വര എന്നിട്ട് പാട്ടൊക്കെ പാടും, എന്ത് വിധിയത് വല്ലാത്ത ചതിയത്. ദൈവമേ, പാട്ടൊക്കെ പാടി. ഓക്കെ, അപ്പോൾ ചിലർ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അവിടെ നോക്കിയിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ സാധാരണ ട്രേഡേഴ്സുകളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഇതിന് മുന്നിലുള്ളൊരു കാരണമുണ്ട്. എന്താണെന്നറിയാം ഫ്രണ്ട്സ്? അത് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പം അതിന് മുന്നേ സ്റ്റോക്ക് മാർക്കറ്റിൽ 3 ടൈപ്സ് ട്രേഡേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ഉണ്ട്. അതിനെക്കുറിച്ച് ആദ്യം പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാൻ പറ്റുള്ളൂ. എങ്ങനത്തെ ആൾക്കാരാണ്? ആദ്യം പണിയെടുക്കുന്ന ട്രേഡേഴ്സ്, അത് പണിയെടുത്തിട്ട് എടുക്കുന്ന ട്രേഡേഴ്സ്. രണ്ടാമത് ബിഗ് പ്ലെയേഴ്സ്, കുറേ കാശുള്ളവന്മാർ, അവർ കുറേ കാശൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ബിഗ് പ്ലെയേഴ്സും, അതൊരു വേറെ ലെവൽ. മൂന്നാമത് പണിയെടുക്കാത്ത ട്രേഡേഴ്സ്. ഇപ്പോൾ ഇവരെ പേഴ്സൻറ്റേജ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം. അതായത് പണിയെടുക്കുന്ന ട്രേഡേഴ്സും ബിഗ് പ്ലെയേഴ്സ് ഒരു 10% ഉണ്ടാവുള്ളൂ, പണിയെടുക്കാത്ത ട്രേഡേഴ്സ് ഒരു 90% ഉണ്ടാവും. മനസ്സിലായില്ലേ? എവിടെയാണ് നഷ്ടം വരുന്നത് നിങ്ങൾക്കറിയാലോ. എത്ര ശതമാനം ട്രേഡേഴ്സ് ലോസ് ചെയ്യുന്നുള്ളത് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ബിഗ് ട്രേഡേഴ്സിനെ നമുക്ക് വിടാം. അതായത് പണിയെടുക്കുന്ന ട്രേഡേഴ്സ് 10%, പണിയെടുക്കാത്ത ട്രേഡേഴ്സ് 90%. അപ്പോൾ എന്താണ് അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്യും? ബുള്ളിഷായിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യും. അതായത് സ്റ്റോക്കിനെ ബും 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 തന്നെ മേലേക്ക് പോകും. അതേപോലെ തന്നെ സ്റ്റോക്ക് താഴേക്ക് ഷൂ 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 തന്നെ താഴേക്ക് പോകും. ഓക്കെ, അതേപോലെ തന്നെ സൈഡ് വേസ് പോകും. സൈഡ് വേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലോട്ടും പോവില്ല താഴോട്ടും പോവില്ല, അങ്ങട് മേലെ ഇങ്ങട് താഴെ, അങ്ങട് മേലെ ഇങ്ങട് താഴെ എന്ന് പറഞ്ഞിട്ട് സൈഡ് വേസ് മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെൻറ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് മേലേക്ക് പോകുമ്പോൾ സ്റ്റോക്കിൻ്റെ ഈ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും.
താഴേക്ക് പോകുമ്പോൾ ഞാൻ പറയണ്ടല്ലോ ബെയറിഷ് എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇടുമ്പോൾ എന്തെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ്സോ, ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയാം. സൈഡ് വേസ് ആകുമ്പോൾ എന്താണ് സ്ലോ ആയിരിക്കും. ഓക്കെ, മനസ്സിലായി. ഇത് ഭയങ്കര ഒരു കൺസെപ്റ്റാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സ്റ്റോക്ക് മേലേക്ക് പോകുമ്പോൾ ഇത് ബുള്ളിഷ് ആയിട്ട് പോകുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിരിക്കും. താഴേക്ക് ബെയറിഷ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? സൂപ്പർ ഫാസ്റ്റ്, അതിനേക്കാൾ സൂപ്പർ ബുള്ളറ്റ് ട്രെയിൻ ആയിരിക്കും. പിന്നെ സൈഡ് വേസ് വരുമ്പോൾ സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് മേലേക്ക് പോകണം നീക്കി ഇങ്ങനെ സ്റ്റോക്കുകൾ ഇങ്ങനെ നല്ല ക്യാൻഡിലുകളിൽ ബിഗ് ക്യാൻഡിൽ വന്നിട്ട് പോകണം നീക്കി ബും 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 തന്നെ പോകുന്ന നീക്കി. അപ്പോൾ ഈ താഴത്തുള്ള ഈ ലെവലുണ്ടല്ലോ അത് എപ്പോഴും സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും, വളരെ പെട്ടെന്നായിരിക്കും മൂവ്മെൻറ്റ്. അതിന് തൊട്ട് മേലെല്ലോ മീഡിയം ഫാസ്റ്റ് ആയിരിക്കും, അത്രയും ഫാസ്റ്റ് ഉണ്ടാവില്ല, ഒരു മീഡിയം ഫാസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മേലെല്ലോ കുറച്ചും കൂടി സ്ലോ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റ് ആവാനുള്ള കാരണം എന്താണ്? അവിടെ കൂടുതൽ ബയേഴ്സ് ആയിരിക്കും, സെല്ലേഴ്സ് വളരെ കുറവായിരിക്കും. ഒരു 90% പിടിച്ചോ, ഇതെൻ്റെ ഒരു കണക്കാണ്. ഒരു 90% ബയേഴ്സ് ആയിരിക്കും, ഒരു 10% സെല്ലേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് സൂപ്പർ ഫാസ്റ്റ്. മീഡിയം ഫാസ്റ്റ് ആകുമ്പോൾ എന്താണ്? കുറച്ചും കൂടി കുറയും. 90% ബയേഴ്സിൻ്റെ അടുത്ത് 70% ബയേഴ്സും 30% സെല്ലേഴ്സ് ആയിരിക്കും. ഇനി സ്ലോ ഫാസ്റ്റ് ആകുമ്പോഴാണോ ഒരു 60% ബയേഴ്സും 40% സെല്ലേഴ്സ് ആയിരിക്കും. ഇനി അതിൻ്റെ മേലെയോ സ്ലോ ആകുമ്പോൾ ഒരു ഏകദേശം 50% ബയേഴ്സും 50% സെല്ലേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ 50% ബയേഴ്സും സെല്ലേഴ്സ് ആവണ ഏരിയ ആകുമ്പോഴേക്കും സ്റ്റോക്ക് അങ്ങോട്ട് സ്ലോ ആയിട്ടുണ്ടാവും. ഇങ്ങനെ പതൊക്കെ തട്ടി മുട്ടി പോവും. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവേ. അപ്പോൾ അതിനുശേഷം സ്റ്റോക്ക് മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഈ സ്ലോ ആയ സ്ഥലത്ത് നിന്ന് വീണ്ടും മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഹൈ ഡിമാൻഡും ഫ്രഷ് ബയേഴ്സും വരണം. മനസ്സിലായോ? അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ബൂം, സ്റ്റോക്ക് താഴേക്ക് വരും. കാരണം എന്താണ്? വീണ്ടും ആൾക്കാർ മേടിക്കാനില്ല. ഓക്കെ, മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെയാണ് പറയണത്, നമ്മുടെ ട്രാഫിക് ലൈറ്റ് പോലെയാണ്. ഈ സൂപ്പർ ഫാസ്റ്റ് ഉള്ള ഏരിയയിൽ ഗ്രീന്, മീഡിയം ഫാസ്റ്റ് ഉള്ളിടത്തൊരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്, സൂപ്പർ ഫാസ്റ്റ് ഉള്ളിടത്ത് റെഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയണത് പണിയെടുക്കാത്ത ട്രേഡേഴ്സും പണിയെടുക്കുന്ന ട്രേഡേഴ്സും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പണിയെടുക്കാത്ത ട്രേഡേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുക? എങ്ങനെയാണ് അവർ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടെത്തുക? ഇൻഡിക്കേറ്റേഴ്സ്, സ്കാനേഴ്സ്, വോളിയം ബ്ലാസ്റ്റേഴ്സ്, സ്റ്റോപ്പ് മൂവേഴ്സ്, പ്രോഫിറ്റ് കിട്ടിയ കഥ. അതായത് വേറെ ആരെങ്കിലൊക്കെ വാങ്ങിച്ച്, എടാ എനിക്ക് ആ സ്റ്റോക്ക് വാങ്ങിച്ച് നല്ല പ്രോഫിറ്റ് കിട്ടി, നീയും വാങ്ങിച്ചോ, അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കുന്നവരുണ്ട്. ഇതൊക്കെ ചെയ്യും. പണിയെടുക്കുന്ന ട്രേഡേഴ്സ് എന്ത് ചെയ്യും? പണിയെടുക്കുന്ന ട്രേഡേഴ്സ് നല്ല ട്രെൻഡ് ലൈനൊക്കെ നോക്കും, നല്ല ഏരിയകൾ കണ്ടെത്തും, ഗുഡ് പ്രൈസ് പോയിന്റ് കണ്ടെത്തും, കറക്റ്റ് ടൈമിങ് നോക്കും, അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യും. അതിനതിൽ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിയെടുക്കുന്ന ട്രേഡേഴ്സിന് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണിയെടുക്കുന്ന ട്രേഡേഴ്സിന് ഈ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ അവർക്ക് ട്രേഡും ക്യാച്ച് ചെയ്യാൻ പറ്റും, ആ പ്രൈസ് പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. പണിയെടുക്കാത്ത ട്രേഡേഴ്സിന് എന്ത് പറ്റും? പണിയെടുക്കാത്ത ട്രേഡേഴ്സ് ചില സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ മീഡിയം ഫാസ്റ്റിന് മേലെയുള്ള ഒരു ഏരിയയിൽ അവർക്ക് ബൈ ചെയ്യാൻ കിട്ടും. അതല്ലെങ്കിലോ മിക്കവാറും സമയത്ത് അവർക്ക് കിട്ടുന്നത് ഈ ടോപ്പ് ലെവലായിരിക്കും. അതായത് സ്ലോ ആയിട്ട് സൈഡ് വേസോ അല്ലെങ്കിൽ 50% ബയേഴ്സോ 50% സെല്ലേഴ്സോ ഉള്ള സ്ഥലത്ത് അവർക്ക് ട്രേഡ് കിട്ടുള്ളൂ. കാരണം എന്താണ്? അവർ പണിയെടുത്തിട്ടില്ല, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, സ്റ്റോക്കിൽ എന്താണെന്നുള്ള മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല. മനസ്സിലായില്ല? എന്നിട്ട് എന്ത് പറയും? എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഞാൻ എപ്പോൾ ട്രേഡ് എടുക്കുമ്പോഴും സ്റ്റോക്ക് താഴോട്ട് പോകുന്നല്ലോ. മനസ്സിലായോ ഫ്രണ്ട്സ്? ഞാൻ കളിയൊക്കെ പറഞ്ഞല്ല, സോറി. അപ്പോൾ ഇനി ഈ പണിയെടുക്കുന്ന ട്രേഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ശ്രമിക്കണമെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും മുന്നത്തുള്ള ഒരു ലെവലിൽ മേടിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് മെയിൻ വ്യത്യാസം, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മെയിൻ വ്യത്യാസം. നിങ്ങൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ്. മനസ്സിലായോ? അപ്പോൾ ഈ പണിയെടുക്കുന്ന ട്രേഡേഴ്സ് എടുത്തു, ഓക്കെ, പണിയെടുത്തിട്ട് നമുക്ക് ഏരിയ ലെവലൊക്കെ നമുക്ക് മനസ്സിലായി. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാളും മിടുക്കന്മാരായ ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ടാവും. അതായത് പണിയെടുത്തിട്ട് നമ്മൾ നല്ല ഏരിയ കണ്ടുപിടിച്ചാൽ പോലും നമ്മളെക്കാളും മുന്നിൽ സ്റ്റോക്ക് വാങ്ങിയ മിടുക്കന്മാർ ആ ഏരിയയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു കൺസെപ്റ്റ് പറയാം. അതായത് ഒരു ക്ലാസ് പോലെയാണ്. സ്റ്റോക്കിൽ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഒരേപോലെ ആൾക്കാരുണ്ടെന്ന് നോക്കി, ഒരേപോലെ ആൾക്കാരുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ആ ഒരു ലെവലിൽ വരണമെങ്കിൽ എന്താവും? സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ സൈഡ് വേസ് ആയിരിക്കും. അതായത് സ്റ്റോക്ക് അപ്പ് ഡൗൺ ഒന്നും പോകാണ്ട് നേരെ ലെവലിൽ പോകും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ബൈ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ, അതായത് ബൈ ചെയ്യുന്ന കൂടുതലാകുമ്പോൾ എന്താവും? ക്ലാസ് താഴോട്ട് പോകും. സെല്ല് ചെയ്യുന്ന ആൾക്കാർ കുറയുമ്പോൾ മേലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ എന്താവും? സ്റ്റോക്ക് മേലോട്ട് പോകും. മനസ്സിലായില്ലേ? ഇനി സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാകുമ്പോൾ എന്താവും? സ്റ്റോക്ക് എന്ത് ചെയ്യും? താഴോട്ട് വരും. ഓക്കെ, താഴോട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പണിയെടുക്കുന്ന ട്രേഡറും പണിയെടുക്കാത്ത ട്രേഡറിൻ്റെ കാര്യം നമുക്ക് വിടാം. അപ്പോൾ ഈ പണിയെടുക്കുന്ന ട്രേഡറിൽ നിന്ന് അവിടെ സ്റ്റോക്കിന് നമുക്കൊരു ലെവൽ വന്നു, സ്റ്റോക്ക് ബൈ ചെയ്യാവുന്ന ഒരു ലെവൽ വന്നു നീക്കി. അങ്ങനെ സ്റ്റോക്ക് മേലോട്ട് വരുമ്പോൾ നമ്മൾ ബൈ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഒരു 75% ബയേഴ്സ്, ഒരു 25% സെല്ലേഴ്സ് ആയിരിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എപ്പോഴും സെല്ലേഴ്സ് ഉണ്ടാവും. കാരണം നമ്മളെക്കാളും മിടുക്കന്മാരായ ആൾക്കാർ, ഇവിടെ വാങ്ങിച്ച ആൾക്കാർ ഇപ്പോഴും സെല്ല് ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്താണ്? നമുക്ക് ഒന്നും കൂടി ഈ സെല്ലേഴ്സിനെ കുറയ്ക്കണം. കാരണം എന്താണ്?
സെല്ലേഴ്സിനെ കുറച്ച് കഴിഞ്ഞാലാണ് സ്റ്റോക്കിനെ മേലോട്ട് പോകുള്ളൂ. കാരണം കുറവ് സെല്ലേഴ്സും കൂടുതൽ ബയേഴ്സും ആകുമ്പോൾ എന്താവും, സ്റ്റോക്ക് വേഗം മുന്നോട്ട് പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്ക് പണിയെടുക്കാത്തവരുടെ ലെവലെത്തുമ്പോൾ ഒരു 60% ബയേഴ്സും 40% സെല്ലേഴ്സും. ഓക്കെ, ഇപ്പോൾ 75% നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ റെഡ് ക്യാൻഡിൽ കിട്ടും. അതായത് കുറച്ച് സെല്ലേഴ്സുകൾ ഇങ്ങനെ വരും. മനസ്സിലായി, ചെറിയ ക്യാൻഡിലുകളൊക്കെ വന്നിട്ട് ഈ സെല്ലേഴ്സുകളൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വിൽക്കും. കാരണം ഇവിടെയൊക്കെ വാങ്ങിച്ച മിടുക്കന്മാരെ എന്ത് ചെയ്യും, അവരൊക്കെ ലാഭമൊക്കെ ബുക്ക് ചെയ്തിട്ട്, എല്ലാവരും ലാഭം ബുക്ക് ചെയ്യില്ല, ലാഭമൊക്കെ ബുക്ക് ചെയ്തിട്ട് ഈ സെല്ലേഴ്സുകളൊക്കെ കുറച്ചും കൂടി ഒന്ന് കുറയും. അതായത് ഈ ബയേഴ്സ് 75% എന്നുള്ളത് ആണെങ്കിൽ ഒരു 85%. ഇത് എൻ്റെ ഒരു കണക്കാണ്, കൃത്യം ഒരു കണക്കില്ല. ഓക്കെ, 80% ബയേഴ്സും 15% സെല്ലേഴ്സും. അതായത് നമ്മൾ ഓൾറെഡി വിൻ ചെയ്തു, പണിയെടുക്കാത്ത ട്രേഡേഴ്സിനേക്കാളും ഒരുപാട് വിൻ ചെയ്തു. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു, 75% ബയേഴ്സ് എന്നുള്ളത് 85% ബയേഴ്സും 15% സെല്ലേഴ്സായി. അതിനുശേഷം പിന്നെ അവിടെ ഒരു ഫ്രഷ് ബൈ, ഒരു പുതിയൊരു ബൈ വരും. നമുക്ക് ബൈ എടുത്തൂടെ? കാരണം അപ്പം എന്താണ്, ബയേഴ്സ് കൂടുതലും സെല്ലേഴ്സ് കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റോക്ക് പിന്നെ താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവ് ആണ്. മനസ്സിലായ ഫ്രണ്ട്സ്? അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ, നമ്മുടെ ചെറിയ നമ്മുടെ സ്റ്റോപ്പ് ലോസുകളും നഷ്ടങ്ങളും വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ നമുക്ക് എന്തും യൂസ് ചെയ്യാം, പിച്ചക്കാനും യൂസ് ചെയ്യാം. അതായത് ചെറിയ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങോട്ട് പിച്ചക്കാച്ച്. മനസ്സിലായ ഫ്രണ്ട്സ്? അങ്ങനെ കൊടുക്കുകയും ചെയ്യാം, അവിടെ നിന്ന് സ്റ്റോക്ക് മേലേക്ക് പോവുകയും ചെയ്യും. മനസ്സിലായ ഫ്രണ്ട്സ്? അങ്ങനെ മേലേക്ക് പോയി ഇവിടേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ പണിയെടുക്കാത്ത ട്രേഡർ വന്ന് വാ മരപ്പെണ്ണേ എന്ന് പറഞ്ഞ പോലെ അവിടെ ബൈ ചെയ്യാൻ നിൽക്കാം. അപ്പോൾ നമ്മളിവിടെ ട്രേഡൊക്കെ ബൈ ചെയ്ത് നല്ല സന്തോഷമായിട്ട് നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് ഇരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ചെയ്യുന്ന ബുക്ക് ചെയ്യുന്ന ലെവലെത്തുന്നിടത്ത് ഈ പണിയെടുക്കാത്തവ ട്രേഡേഴ്സ് വന്ന് ബൈ ചെയ്യാൻ നിൽക്കാം. മനസ്സിലായ ഫ്രണ്ട്സ്? അതായത് പണിയെടുക്കാതെ സുഖമായിട്ട് ഇരിക്കുന്നത്. മനസ്സിലായ ഫ്രണ്ട്സ്? ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടല്ലോ, ഇങ്ങനെ അപ്പ് ഡൗൺ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടല്ലോ, അതെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 45 ഡിഗ്രി ആംഗിളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. അതായത് സ്റ്റോക്കിങ്ങനെ മേലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിൾ ചെറിയ ക്യാൻഡിലുകളൊക്കെ വന്നതിന് ശേഷം പിന്നെ മേലേക്ക് ഒരു ബൈ വരണം. മനസ്സിലായോ? അപ്പോൾ ഈ ക്യാൻഡിലുകൾ ചെറുതാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക. ഈ മെയിനുള്ള നമ്മുടെ ബിഗ് ക്യാൻഡിലുകൾ ഉണ്ടല്ലോ, മേലേക്ക് പോയി ഗ്രീൻ ക്യാൻഡിലുകൾ, അതിനേക്കാളും ചെറിയ ക്യാൻഡിലുകൾ ഞാൻ പ്രിഫർ ചെയ്യുക. ഭയങ്കര വലിയ റെഡ് ക്യാൻഡിലുകളൊന്നും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യില്ല. ഓക്കെ ഫ്രണ്ട്സ്? അപ്പോൾ അതാണ് പരമിൽ ടെക്നിക്ക്. അപ്പം ഞാനൊരു കഷ്ടപ്പെട്ട് ഒരു അനിമേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യട്ടെ നിങ്ങളൊരു അനുഗ്രഹത്തോടുകൂടി. അതായത് നമ്മളെ പരമീൻ പോകുന്നു, ഇത് നമ്മൾക്കൊരു ബൈ ആയിട്ടുള്ള ഏരിയകളാണ്. അവിടെ നിന്ന് സ്റ്റോക്ക് മേലേക്ക് ബൂം, അവിടെ നിന്ന് പോയി. അപ്പോൾ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ വന്നു, താഴേക്ക് വന്നു. അപ്പോൾ കുഞ്ഞു നമ്മളെക്കാളും മുന്നേ ബൈ ചെയ്ത മിടുക്കന്മാരെയൊക്കെ എന്ത് ചെയ്തു, അവർ സെല്ല് ചെയ്തു. അതിനുശേഷം ഒരു ഫ്രഷ് ബൈ വന്നു, നമ്മളവിടെ എൻട്രി എടുത്തു, സ്റ്റോക്ക് വീണ്ടും ബൂം. അപ്പോൾ നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെ. ഓക്കെ, വിത്ത് അതിൻ്റെ കൂടെ പിച്ചക്കാരനും. ഓക്കെ ഫ്രണ്ട്സ്? അപ്പോൾ ഇപ്പോൾ പണിയെടുക്കാത്തവനും എന്ത് ചെയ്യും, ബാഡ് എൻട്രികളൊക്കെ ഇവിടെ എടുക്കും. ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തവനും കാര്യങ്ങളൊന്നും അറിയാത്തവനും പല സ്ഥലത്തും ഇങ്ങനെ ടോപ്പായ സ്ഥലത്ത് ബാഡ് എൻട്രികൾ എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബാഡ് എൻട്രി എടുക്കരുത്. കാരണം നമുക്ക് നല്ല കുറച്ചും കൂടി കൂടുതൽ ബയേഴ്സുകളുള്ള ഏരിയകൾ നോക്കി, നമ്മൾ കൂടുതൽ ബയേഴ്സ് മാത്രമായിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ ബൈ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതല്ലേ മറ്റവൻ ഏത് പുൾ ബാക്കിലെ കൊച്ചു കള്ളൻ വേറൊരു പരൽമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണല്ലേ? അങ്ങനെയല്ല ഫ്രണ്ട്സ്. അതായത് പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഒരു ലെവൽ പറയും, 500 എന്ന് പറഞ്ഞ ലെവൽ, അത് ബ്രേക്ക് ചെയ്തതിന് നിങ്ങൾ ട്രേഡ് എടുത്തോ. അങ്ങനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് എങ്ങനെ ഒരു വാലൊക്കെ വന്നിട്ട് ഒന്ന് മുട്ടിയിട്ട് തിരിച്ച് കയറി പോയി കഴിഞ്ഞാൽ ബൈ ചെയ്തോന്ന് പറയും. അപ്പോൾ ഈ ഒരു ലെവൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ലെവൽ എന്താണ്, പണിയെടുക്കുന്നവൻ്റെ ലെവലാണോ, പണിയെടുക്കാത്തവൻ്റെ ലെവലാണോ, അതിനുള്ളിൽ പോലെ സെല്ലേഴ്സ് വരുന്നതാണോ, അത് സൈഡ് വേസ് വരുന്നതാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹ്യൂജ് പോലെ ഡൗൺ വന്നതാണോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. പുൾ ബാക്ക് എന്നൊരു ഓമന പേര് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ നിന്ന് പ്രൈസ് തിരിച്ച് കയറി വരുമ്പോൾ എടുക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അത് ഫുള്ളല്ല, അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വേണമെങ്കിൽ പറയാം, പിന്നെ ടെക്നിക്ക് ഉണ്ടെന്ന് പറയാം, പക്ഷേ ഫുൾ കൺസെപ്റ്റ് അതല്ല. ഓക്കെ ഫ്രണ്ട്സ്? അപ്പോൾ പെർഫെക്റ്റ് എൻട്രികൾ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു മേലേക്ക് വന്നു, അതിനുശേഷം ഇങ്ങനെ ഗ്രീനുകൾ വന്നു, അല്ല റെഡുകൾ വന്നു, അവിടെ നിന്ന് ഒരു ബൈ എടുത്തു. അപ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല, പെർഫെക്റ്റ് ആവണമെന്നില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ പെർഫെക്റ്റ് ആയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പോയതിന് ശേഷം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്ന്, അപ്പോൾ എന്താണ്, ഇത് സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ഏരിയ, ഫാസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതെനിക്കിങ്ങനെ പുതിയ വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. സ്ലോ മീഡിയം, അവിടെ നിന്ന് താഴേക്ക് ഇപ്പോൾ ബൈ ഭയങ്കര കാശുള്ളവനും മനസ്സിലായില്ല, ഭയങ്കര അത്യാഗ്രഹം, അതിനെക്കുറിച്ചൊന്നും അറിയാത്തവനും എന്ത് ചെയ്യും, അവിടെ ബൈ ചെയ്തു, താഴെ ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതേപോലെ എന്താണ്, നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ട്രെൻഡ് ലൈൻ വരച്ചു, ഇവിടെ ട്രേഡ് എടുത്തു, എൻട്രി എടുത്തു. അപ്പോൾ പണിയെടുക്കാത്തവൻ്റെ ലെവൽ വേറെ ഉണ്ട്. ഞാൻ പൊതുവായിട്ട് ഇവിടെ സൂപ്പർ ഫാസ്റ്റും സ്ലോവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ ക്യാൻഡിൽ മൂവ് ചെയ്താലും
അത് പണിയെടുക്കാത്തവൻ്റെ ലെവലായാലോ പണിയെടുക്കുന്നവൻ്റെ ലെവലായാലോ ഈ മൂവ്മെൻറ്റ് വരുന്നത് എപ്പോഴും സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് അത് ക്യാച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഞാൻ ബൈ സൈഡ് പറഞ്ഞു. ഇനി സെൽ സൈഡ് ആണെങ്കിലോ സെൽ സൈഡ് സെയിം തന്നെ. ബൂം, സ്റ്റോക്ക് താഴേക്ക് വന്നു, അവിടെ നിന്ന് ടു ഫാസ്റ്റ്, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു 45 ഡിഗ്രിയിൽ മേലയിൽ, അവിടെ നിന്ന് താഴേക്ക് ബൂം എൻട്രി. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ താഴേക്ക് വന്നു, ടു ഫാസ്റ്റ്, അവിടെ നിന്ന് നമ്മൾ എന്തൊരു മേലേക്ക് നമ്മളിങ്ങനെ പതുക്കെ തട്ടിയും മുട്ടിയൊക്കെ വന്നു, അതിനുശേഷം ഇവിടെ വന്നു എൻട്രി എടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ലെവലാണുള്ളത്. പണിയെടുക്കാത്തവൻ്റെ ലെവലും പണിയെടുക്കുന്നവൻ്റെ ലെവലും. അങ്ങനെ പണിയെടുക്കാത്തവൻ്റെ ലെവലിൽ പരമയും പിടിച്ചിട്ട് കാര്യമില്ല. പണിയെടുക്കുന്നവൻ്റെ ലെവലിൽ നമ്മളിങ്ങനെ പല ലെവലുകൾ ഉണ്ടാവും. പല ലെവലുകൾ നോക്കാണ്ട് എവിടെയായാലും നമുക്കവിടെ പരമയും പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു എൻട്രി എടുക്കാം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ ഫ്രണ്ട്സ്? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അവിടെ പണിയെടുക്കുന്നവൻ്റെ ലെവലിൽ അമ്മയും കുഞ്ഞും എന്താണ് വലിയ ട്രെൻഡുകൾ കണ്ടുപിടിച്ച് അതിന് കൂടെ ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ മുന്നിൽ പണം നിക്ഷേപിച്ച് അതിന് കൂടെ നമ്മൾ ഈ പരമീനും കൂടെ ഉപയോഗിച്ച് പിച്ചക്കാരന് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്റ്റോക്ക് മേലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ പണിയെടുക്കാത്തവൻ്റെ ലെവൽ വരും. പണിയെടുക്കാത്തവൻ അവിടെ ബൈ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പണിയെടുത്തവൻ കാശുണ്ടാക്കി സുഖമായിട്ടിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ ട്രേഡ് എടുത്തതിന് ശേഷം ലോസിൽ പോകാൻ കാണാൻ താല്പര്യമില്ലെന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എപ്പോൾ ട്രേഡ് എടുക്കുമ്പോഴും പരമീനെ പിടിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പിടിക്കും? നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് എടുക്കുന്നത് അതിന് താഴെ നിങ്ങൾക്ക് പരമീനെ പിടിക്കാം. മനസ്സിലായില്ല? അതേ ടൈം ഫ്രെയിമിൽ തന്നെ പിടിക്കണമെന്നില്ല. ഉദാഹരണത്തിൽ ഇപ്പോൾ 1 ഡേ ചാർട്ടിൽ പോണ്, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് 1 അവർ ചാർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ 45 ഡിഗ്രിയിലോ പരമീൻ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ 1 അവറിലെ ട്രേഡ് എടുക്കണമെങ്കിൽ 15 മിനിറ്റിലോ 10 മിനിറ്റിലോ 5 മിനിറ്റിലോ പിടിക്കാൻ പറ്റും. 15 മിനിറ്റിലാണെങ്കിൽ 5 മിനിറ്റിലോ 1 മിനിറ്റിലോ പിടിക്കാൻ പറ്റും. അതേപോലെ 5 മിനിറ്റിലാണെങ്കിൽ 1 മിനിറ്റിലും പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റൂളില്ല. നിങ്ങളെപ്പോൾ എൻട്രി എടുക്കണം, നിങ്ങളുടെ സൗകര്യവും നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ അനുസരിച്ചിട്ട് പണിയെടുക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരമീൻ പിടിക്കാം. കാരണം പരമീൻ പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സ്റ്റോക്ക് മൂവ് ചെയ്യാതെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്ട് ചെയ്യാനും പിച്ചക്കാശ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പരമീൻ പറഞ്ഞു തന്നത് ഫുൾ പറഞ്ഞു തന്നോ? ഇല്ല, ഒരു 50% പറഞ്ഞു തന്നിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പം അത്രയും ആവശ്യമുള്ളൂ, അത്രയും എനിക്ക് ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്നുള്ള സപ്പോർട്ടും കാര്യങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.